എല്ലാവർക്കും സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയെഴുത്തിലേക്ക് സ്വാഗതം. ചാനലിന്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ മുൻപ് വായിച്ച കഥകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. പൊലിഞ്ഞുപോയ ഒരു കൗമാര പ്രണയത്തിന്റെ കഥയാണ് ആ രാവിൽ ഷഹർസാദ് പറഞ്ഞത്. അൽ കൈസിയുടെ പുത്രൻ അബ്ദുള്ള ഒരിക്കൽ മക്കയിൽ തീർത്ഥാടനത്തിനു പോയി. പ്രവാചകന്റെ ഖബർ സന്ദർശിച്ചിട്ട് അടുത്തുള്ള ഉദ്യാനത്തിലിരുന്ന് വിശ്രമിക്കുകയായിരുന്നു അയാൾ. അപ്പോൾ ആരോ മധുരമായി പാടുന്നത് കേട്ടു. ആരാണ് പാടുന്നതെന്ന് ആലോചിച്ചു നിൽക്കെ അതികോമലനായ ഒരു യുവാവ് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി അടുത്തു വന്നു. അല്ലാ, എന്തൊരു വശ്യത എന്ന് പറഞ്ഞ് അബ്ദുള്ള അയാളുടെ നേർക്ക് കൈനീട്ടി. നിങ്ങളാര്, എന്തു വേണം? യുവാവ് ചോദിച്ചു. മോനെ, ഞാൻ അൽ കൈസിയുടെ പുത്രൻ അബ്ദുള്ളയാണ്. ഈ അടിമ നിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി പോയി. എനിക്ക് നിന്റെ മുഖം കണ്ടുകൊണ്ടിരുന്നാൽ മാത്രം മതി, മറ്റൊന്നും വേണ്ട, അബ്ദുള്ള പറഞ്ഞു. യുവാവ് അയാളുടെ സമീപത്തിരുന്നു. എന്നിൽ താല്പര്യം പ്രകടിപ്പിച്ചതുകൊണ്ട് നിങ്ങളോട് ഞാൻ എൻ്റെ കഥ പറയാം. എൻ്റെ പേര് ഉദ്ബ. അച്ഛൻ അൽ ഹുബാബ്, മുത്തച്ഛൻ മുൻദീർ, പ്രപിതാമഹൻ ജുമാ അൽ അൻസാരി. ഇന്നലെ എൻ്റെ ഗോത്രത്തിൽപ്പെട്ടവർക്കായുള്ള ദേവാലയത്തിൽ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങാൻ നേരത്ത് കുറെ സുന്ദരിമാർ എതിരെ വന്നു. ആ മാദക തിടമ്പുകളുടെ മധ്യത്തിൽ കൗമാരപ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയുണ്ടായിരുന്നു. വർണ്ണനാതീതമായിരുന്നു അവളുടെ അങ്കലാവണ്യം. കൂട്ടുകാരുടെ കണ്ണുവെട്ടിച്ച് അവൾ ഓടി വന്ന് എന്നോട് പറഞ്ഞു, ഉദ്ബ, നിങ്ങളോടൊരു കാര്യം പറയണമെന്ന് വളരെ നാളായി ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ പ്രേമിക്കുന്ന ഒരു പെൺകുട്ടി നിങ്ങളുടെ ഭാര്യയാകാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് അവൾ ഓടിപ്പോയി കളഞ്ഞു. ആ നിമിഷം മുതൽ ഞാൻ അവളെ തിരയുകയാണ്. അവളില്ലാതെ എനിക്കൊരു ജീവിതമില്ല. പ്രണയപരവശനായ ഉദ്ബയെ അബ്ദുള്ള ആശ്വസിപ്പിച്ചു. കുഞ്ഞെ, ദൈവം കരുണാനിധിയാണ്. സമാധാനമായിരിക്കുക. പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞ് അവനെ അബ്ദുള്ള മാറോടണച്ച് ജ്യേഷ്ഠ സഹോദരൻ എന്ന പോലെ അവന്റെ മൂർധാവിൽ ചുംബിച്ചു. പിറ്റേന്നു രാവിലെ അബ്ദുള്ള ആ യുവാവിനെ പള്ളിയിലേക്ക് കൊണ്ടുപോയി. ഉച്ചവരെ കാത്തിരുന്നു. അവിടെ വന്ന സ്ത്രീകളുടെ കൂട്ടത്തിൽ അവരന്വേഷിച്ച പെൺകുട്ടിയെ കണ്ടില്ല. എങ്കിലും നിരാശനാകാതെ അവരെ സമീപിച്ച് വിവരങ്ങൾ ചോർത്തിയെടുത്തു. യുവാവിന്റെ ഹൃദയം കവർന്നത് ബാനു സുലൈം എന്ന ഗോത്രത്തിന്റെ തലവൻ ഖിത്രീഫിന്റെ ഓമനപുത്രി റയ്യ എന്ന കന്യകയാണെന്ന് മനസ്സിലാക്കി. ഇന്ന് അവൾ പള്ളിയിൽ വരാത്തതെന്താണെന്ന് അബ്ദുള്ള ചോദിച്ചു. സ്ത്രീകൾ പറഞ്ഞു, എങ്ങനെ വരാനാണ്? മരുഭൂമിയിൽ തീർത്ഥാടകരുടെ ചുമതല വഹിച്ചിരുന്ന അവളുടെ അച്ഛൻ ഇന്നലെ വന്നിരുന്നു. അവൾ അച്ഛൻ്റെ കൂടെ പോയിരിക്കുകയാണ്. അന്നുച്ചയ്ക്ക് പള്ളിയിൽ പ്രാർത്ഥിക്കാൻ വന്നിരുന്ന വിശ്വാസികളോട് അബ്ദുള്ള ഉദ്ബയുടെ പ്രേമത്തെക്കുറിച്ച് പറഞ്ഞു. അയാളുടെ ആഗ്രഹം സഫലമാകാൻ സഹായിക്കണമെന്ന് അപേക്ഷിച്ചു. പൗരപ്രമാണിമാർ ഞങ്ങളെ സഹായിക്കാമെന്നേറ്റു. ഞങ്ങൾ റയ്യായുടെ പിതാവ് ഖിത്രീഫിനെ അന്വേഷിച്ചു ചെന്നു. ഗോത്രത്തലവൻ ഖിത്രീഫ് കൂടാരത്തിന് മുന്നിൽ വന്ന് ഞങ്ങളെ സ്വീകരിച്ചു. അതിഥികൾക്ക് ഭക്ഷണം വിളമ്പാൻ അടിമകളോട് ആജ്ഞാപിച്ചു. ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ അബ്ദുള്ള പറഞ്ഞു, ഞങ്ങളുടെ ആവശ്യം അംഗീകരിക്കാമെന്ന് വാക്കുതന്നാൽ മാത്രമേ ഇവിടെ നിന്ന് ഞങ്ങൾ ആഹാരം കഴിക്കുകയുള്ളൂ. എന്താണ് നിങ്ങളുടെ ആവശ്യം? ഷേഖ് ഖിത്രീഫ് ചോദിച്ചു. അൽ മുൻദീറിന്റെ പൗത്രനും അൽ അൻസാരിയുടെ പുത്രനുമായ ഉദ്ബ എന്ന യുവാവിന് നിങ്ങളുടെ മകൾ റയ്യായെ വിവാഹം ചെയ്തു കൊടുക്കണം. അത് കേട്ട് ഗോത്രത്തലവന്റെ മുഖം കറുത്തു. എങ്കിലും ശാന്തനായി പറഞ്ഞു, സഹോദരന്മാരെ, ഉദ്ബ ധീരനാണ്, സമർത്ഥനാണ്. പക്ഷേ അയാളുടെ ആവശ്യം അംഗീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് എൻ്റെ മകളാണല്ലോ.
അവളോട് ഞാൻ ചോദിക്കാം. അയാൾ കൂടാരത്തിൽ ചെന്ന് മകളോട് കാര്യം പറഞ്ഞു. അദ്ദേഹം യോഗ്യനാണല്ലോ എന്നായിരുന്നു മകളുടെ മറുപടി. പിതാവ് കോപിച്ചു. നിന്നെ എന്റെ സഹോദരന്റെ മകന് കൊടുക്കാമെന്ന് വാക്കു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിഥികളോട് അച്ഛൻ എന്തു പറയും? അവരുടെ അപേക്ഷ നിരസിച്ചാൽ അവർ പ്രതികാരം ചെയ്യും, മകൾ പറഞ്ഞു. അതു ശരിയാണ്. ഞാൻ അവരുടെ അപേക്ഷ നിരസിക്കുകയില്ല. അവർക്ക് തരാനൊക്കാത്ത വിധം കനത്ത സ്ത്രീധനം ചോദിക്കും. അൽ ഖത്രീഫ് ഞങ്ങളോട് പറഞ്ഞു. എന്റെ മകൾക്ക് 1000 സ്വർണവള, 1000 സ്വർണ നാണയങ്ങൾ, 5000 മുത്തുകൾ കോർത്ത ഒരു നെക്ലേസ്, 1000 മുഴം ഇന്ത്യൻ പട്ട്, 1 ഡസൻ തുകൽ ചെരുപ്പ്, 10 ചാക്ക് ഇറാഖ് ഈന്തപ്പഴം, 1000 ജോഡി കന്നുകാലികൾ, 5 പെട്ടി കസ്തൂരി, 5 പാത്രം പനിനീര്, 5 ചാക്ക് കുന്തിരിക്കം എന്നീ വസ്തുക്കൾ സ്ത്രീധനമായി വേണമെന്ന് പറയുന്നു. ഇവയെല്ലാം കൊണ്ടുവരാമെങ്കിൽ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാം. കൊണ്ടുവരാമെന്ന് ഉദ്ബ സമ്മതിച്ചു. ഞങ്ങൾ മദീനയിലേക്ക് മടങ്ങി. വളരെ പണിപ്പെട്ട് സ്ത്രീധനത്തിനുള്ള വകയെല്ലാം ശേഖരിച്ച് ഞങ്ങൾ വീണ്ടും അൽ ഖത്രീഫിന്റെ കൂടാരത്തിൽ ചെന്നു. വിവാഹ ആഘോഷം മോടിയായി നടന്നു. 40 ദിവസത്തെ സദ്യയുണ്ടായിരുന്നു. നിരവധി ആടുകളും ഒട്ടകങ്ങളും കശാപ്പു ചെയ്യപ്പെട്ടു. 2 ഒട്ടകങ്ങളുടെ പുറത്ത് മനോഹരമായൊരു പല്ലക്കിൽ നവവധുവിനെ ഇരുത്തി ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു. കഴിവതും വേഗം വീട്ടിലെത്തി മധുവിധു ആഘോഷിക്കാമെന്നുള്ള പ്രതീക്ഷയായിരുന്നു ഉദ്ബായുടെ മനസ്സിൽ. മദീനയിലെത്താൻ ഇനി 1 ദിവസം കൂടി യാത്ര ചെയ്താൽ മതി. അന്നു രാത്രി ഞങ്ങൾ ഒരു മരുപ്പച്ചയിൽ താവളമടിച്ചു. നല്ല നിലാവ്. ഈന്തപ്പനകൾ തലയാട്ടി നവവധൂവരന്മാരെ എതിരേറ്റു. തണുത്ത ജലവും പച്ചപ്പുല്ലും സുഗന്ധവാഹിയായ കാറ്റും അന്തരീക്ഷം സ്വർഗതുല്യമാക്കി. പക്ഷേ ചിറകുണ്ടായാൽ പോലും വിധിയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ മനുഷ്യനാവില്ലല്ലോ. ഉറങ്ങിക്കിടന്ന ഞങ്ങൾ ഭയങ്കരമായ ഒരു ശബ്ദം കേട്ട് ഞെട്ടിയുണർന്നു. ബാനു സുലൈം ഗോത്രത്തലവന്റെ പോരാളികൾ ആയുധങ്ങളുമായി പാഞ്ഞു വന്നു. റയ്യായെ വീണ്ടെടുത്തു കൊണ്ടുപോകാൻ ഖിത്രീഫ് അയച്ചതാണ്. ആതിഥ്യമര്യാദയും അറബിയുടെ പെരുമാറ്റച്ചട്ടവും മാനിച്ച് അവരുടെ അതിർത്തി കടന്നാൽ മാത്രം ആക്രമിച്ചാൽ മതിയെന്ന് അവർ കരുതിയിരുന്നു. ഞങ്ങൾ സധീരം ചെറുത്തുനിന്നു. ആക്രമണകാരികളിൽ വളരെ പേരെ കൊന്നു. പക്ഷേ ശത്രുവിന്റെ കുന്തം മാറിൽ തറച്ച് ഉദ്ബ മരണത്തിനു കീഴടങ്ങി. റയ്യ മർമ്മഭേദകമായ ഒരാർത്തനാദത്തോടെ ഭർത്താവിന്റെ ശരീരത്തിൽ വീണു. രാത്രി മുഴുവൻ കരഞ്ഞുകൊണ്ടിരുന്ന അവൾ നേരം വെളുക്കുന്നതിനു മുമ്പ് ഹൃദയം പൊട്ടി മരിച്ചു. അടുത്തടുത്ത് 2 കുഴികളിൽ അവരുടെ മൃതദേഹങ്ങൾ അടക്കം ചെയ്തിട്ട് അബ്ദുള്ള ദുഃഖത്തോടെ മദീനയിലേക്ക് മടങ്ങി. അവിടെ നിന്നും സ്വന്തം നാട്ടിലെത്തി. 7 വർഷത്തിനു ശേഷം വീണ്ടും ഒരു തീർത്ഥാടനത്തിന് പുറപ്പെട്ട അബ്ദുള്ള ഉദ്ബായുടെയും റയ്യായുടെയും ശവകുടീരങ്ങൾ സന്ദർശിച്ചു. അവിടെ ഒരു വൃക്ഷം പടർന്നു പന്തലിച്ചു നിന്നിരുന്നു. അടുത്തു കണ്ട ചിലരോട് ആ വൃക്ഷത്തിന്റെ പേരെന്താണെന്ന് അബ്ദുള്ള അന്വേഷിച്ചു. കാമുകരുടെ വൃക്ഷം എന്നാണ് അതിനെ ഞങ്ങൾ വിളിക്കുന്നത്, അവർ പറഞ്ഞു. പ്രിയപ്പെട്ട ഉദ്ബ, ഈ വൃക്ഷത്തണലിൽ നിന്റെ ശവക്കല്ലറയ്ക്കടുത്തു തന്നെ അന്ത്യനിദ്ര കൊള്ളാൻ എനിക്കും ഇടവരട്ടെ എന്നാണെന്റെ പ്രാർത്ഥന, അബ്ദുള്ള വേദനയോടെ പറഞ്ഞു. കഥ കേട്ട് ഷഹരിയാർ രാജാവ് ദുഃഖിതനായെന്ന് കണ്ട ഷഹ്റസാദ് ഉടനെ അടുത്ത കഥ പറയാൻ തുടങ്ങി.